ഓക്കെ ഗൈസ് ഓക്കെ അപ്പം ഞാനാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ. ഓക്കെ ഗൈസ് ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും വലിയ കാര്യമായിട്ട് പണിയോ മിഷൻസോ ഒന്നും തന്നെ എന്തായാലും ചെയ്യാതെ എന്തായാലും ഇവിടെ എന്തായാലും നമ്മുടെ വീട്ടിൽ കണക്കെ എന്തായാലും നിൽക്കണം കേട്ടാ. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കേട്ടാ. എന്തായാലും ഞാൻ എന്തായാലും ആലോചിക്കണേന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഒരു പുതിയൊരു കിട്ടുന്ന വണ്ടി കണക്കെ എന്തായാലും വാങ്ങിച്ചാലെന്നാണ് ഞാൻ എന്തായാലും ആലോചിക്കണേന്ന് വെച്ചാൽ കേട്ടാ. നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്ന താറും പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഹണ്ടറാണ്. ഗാരേജിലുള്ള വണ്ടി ഉണ്ടാകാൻ നോക്കിയാൽ മതി ഓക്കെ. നമ്മുടെ കയ്യിൽ പിന്നെ രണ്ട് വണ്ടികളുണ്ട് കേട്ടാ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ഒരു പോർഷയും കൂടെ എന്തായാലും ഉണ്ട് കേട്ടാ. നമ്മുടെ കയ്യിലുള്ള വേറെ രണ്ട് വണ്ടിയാണ്. ഞാൻ പിന്നെ വലിയ ഗ്യാങ്സ്റ്ററൊക്കെയാണ്. എന്നിട്ട് ആകെപ്പാടുള്ളത് 3 വണ്ടിയാണ്. നമുക്ക് ഇനിയും വണ്ടികൾ വേണം കേസൊക്കെ. നമുക്കൊരു അത്യാവശ്യം നല്ലൊരു വലിയ ടയറൊക്കെ വെച്ചിട്ട് നല്ലൊരു ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എന്നാലും ഒരു ഗ്യാങ്സ്റ്റർ ലുക്ക് കിട്ടും. ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ആകെപ്പാടെ 3 വണ്ടിയുള്ളൂ. നമുക്കപ്പോൾ എന്തായാലും ഒരു പുതിയൊരു വണ്ടിയൊക്കെ എടുത്ത് കളയാം കേസൊക്കെ. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹണ്ടർ എടുക്കാം. നമ്മൾ പിന്നെ എപ്പോഴും ആ താറിലെടുക്കണം. നമുക്ക് ഈ പ്രാവശ്യം ഹണ്ടർ എടുക്കാം. എൻ്റെ മോനെ വേറെ ലെവലാണ്. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഈ ഒരു ഹണ്ടറാണ് കേട്ടോ, ബൈക്കായിട്ട്. ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും എടുക്കാൻ ഉദ്ദേശിച്ചത് ഒരു കാറാണ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു ബൈക്ക് കണക്ക് എടുക്കാം കേട്ടോ, പുതിയത്. ഞാൻ എന്തായാലും മാപ്പിൽ കണക്ക് എന്തായാലും നമ്മുടെ കാർ ഷോറൂം കണക്ക് എന്തായാലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് കത്തിച്ചിടാം. എൻ്റെ മോൻ ഇപ്പം ആ ട്രാക്ടറിൻ്റെ ഫ്രണ്ടിൽ സ്റ്റിക്കറായി നിൽക്കുകയാണ് കേട്ടോ ഹണ്ടറിനുണ്ട്. എന്തായാലും ഈ ഹണ്ടർ നൈസ് വണ്ടിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു വണ്ടിയെ മോഡിഫൈ ചെയ്ത് ഫുള്ള് ബ്ലാക്ക് അടിച്ചാൽ നൈസ് ലുക്കായിരിക്കും. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് പിന്നെ അന്നേരം നോക്കാം. നമുക്കെന്തായാലും ഇപ്പം എന്തായാലും നേരെ എന്തായാലും നമ്മുടെ ഈ ഒരു ഹണ്ടറിന് കൊണ്ട് നേരെ എന്തായാലും നമ്മൾ എന്തായാലും ഷോറൂമിൽ എന്തായാലും എത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഓക്കെ. അപ്പം ഇതാണ് ഷോറൂം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തായാലും ഒരു നൈസൊരു വണ്ടി തന്നെ അങ്ങ് എടുക്കാൻ കഴിയും. നമുക്കെന്തായാലും തൽക്കാലത്തേക്ക് നമ്മുടെ ഹണ്ടർ കണക്ക് എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കാൻ കഴിയും. ഞാൻ അങ്ങനെ ഇവിടെ ഹണ്ടർ കണക്ക് ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഒരു പുതിയൊരു വണ്ടി അങ്ങില്ല, അത് നൈസായിട്ട് അങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ എന്തായാലും ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എന്തായാലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കണക്ക് എന്തായാലും ഉണ്ടാവും. ഇത് നമ്മുടെ കവാസാക്കി നിഞ്ച H2R ആണ്. ഇത് ഹയാബൂസ, ഇത് നമ്മുടെ KTMൻ്റെ ഡ്യൂക്കാണ്. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ RC സ്പ്ലെൻഡർ, നമ്മുടെ ഏതാണ് സാധാ പൾസർ, നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, നമ്മുടെ കയ്യിലുള്ള പോലത്തെ ഹണ്ടർ. ഇത് വണ്ടി ഇത് ഏതായിരുന്നു? BMW ആണോ? ഇല്ല ഗൈസ്, യമഹയുടെ ഏതോ വണ്ടിയാണ്. R15 ആണോ? ഇത് പഴയ R15 ആണെന്ന് തോന്നുന്നു കേട്ടാ. യെസ് ഗൈസ്, ഇത് പഴയ R15 ആണ്. ഇല്ലല്ല, RR ആണ്. ഏതെങ്കിലും ആവട്ടെ. കറക്റ്റായിട്ട് ആ വണ്ടി കണ്ടുവിടും. ഏതാണെന്ന് അറിഞ്ഞിടും. അറിയാം, പക്ഷെ ഏതാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഗൈസ്. ഓക്കെ പിന്നെ ഉള്ള പോർഷയാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്കോർപ്പിയോ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ബൊലേറോ ഉണ്ട്, താറുണ്ട്. അതും ഫുൾ ഇതായിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള സെയിം താറാണ്. നമ്മുടെ ഫുൾ റൂഫുള്ള താറുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഈ ഒരു ബൊലേറോ പർച്ചേസ് ചെയ്താലോ? ഇത് നൈസൊരു വണ്ടിയാണ് കേട്ടോ. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു ബൊലേറോ പർച്ചേസ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അതെന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഷോറൂമിൻ്റെ ബാക്കിൽ കണക്ക് എന്തായാലും ഉണ്ട്. നമുക്കപ്പോൾ എന്തായാലും അതിൻ്റെ ഡെലിവറി കണക്ക് ഇപ്പോൾ തന്നെ എടുത്ത് കളയാം. ഓക്കെ ഗൈസ് ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു വണ്ടിയും കണക്ക് എന്തായാലും ഉള്ളതെന്ന് പറയണത്. എൻ്റെ ആൾ വേറെ ലെവലായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ചെറിയൊരു സെലിബ്രേഷൻ പോലെ എന്തായാലും ഉണ്ട് കേട്ടോ, ഈ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് തന്നെ കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ ഒരു പുതിയൊരു ബൊലേറോ കണക്ക് എന്തായാലും എടുക്കാം കേട്ടോ. എൻ്റെ ആൾ നൈസ് വണ്ടിയാണ്. ഈ വണ്ടി ഇപ്പോൾ കാണാൻ വലിയ കാര്യമായിട്ട് ലുക്കൊന്നും തന്നെയല്ല. ഇത് മൊത്തം മോഡിഫൈ ചെയ്ത് ഇറക്കുമ്പോൾ യമണ്ട ലുക്കായിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ഫുള്ള് കട്ടൊക്കെ മോഡിഫൈ ചെയ്ത് വേറെ ലെവൽ ഹൈപ്പർ ലുക്കായിട്ട് എന്തായാലും എടുക്കാൻ ഗൈസ്. നമുക്കപ്പോൾ എന്തായാലും നേരെ നമ്മുടെ മോഡിഫിക്കേഷനൊക്കെ ചെയ്യണം ആ ഏരിയയിലോട്ട് എന്തായാലും പോവാം. ഗൈസ്, ഇവിടെയാണ് മോഡിഫിക്കേഷനൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ. നമുക്കപ്പോൾ എന്തായാലും വേണമെങ്കിൽ ഒരു ബൊലേറോ കൊണ്ട് നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഞാൻ വേണം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ വണ്ടിയും ബ്ലാക്ക് അടിക്കാനാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്രാവശ്യം വേറെയുള്ള നല്ല കളർ അടിക്കാം കേട്ടോ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യുന്ന സ്ഥലത്തോടെ നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗ്യാരേജ് കണക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഗ്യാരേജ് കണക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഗ്യാരേജ് കണക്കാണ്. അവൻ്റെ പേര് ബെന്നി എന്നാണ്. ഇത് അവൻ്റെ ഗ്യാരേജ് കണക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ എന്തായാലും വണ്ടി എന്തായാലും മോഡിഫൈ ചെയ്തിട്ട് എന്തായാലും തരും. പക്ഷെ എൻ്റെ ആൾ ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ബോഡി കളറുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തായാലും റെഡ് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, കുറേ അധികം കളറുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ആൾ വൈറ്റ് നൈസായിട്ട് എന്തായാലും ഉണ്ട്.
ഓ ബ്ലാക്ക് യമണ്ട ലുക്കാണ് കേട്ടോ. നമ്മുടെ ഒരു നമ്മുടെ സ്കോർപ്പിയല്ല, നമ്മുടെ ഈ ഒരു ബൊലേറോയ്ക്ക് ബ്ലാക്ക് അടിക്കുമ്പോൾ ഒടുക്കത്തെ ലുക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഗ്ലാസിൻ്റെ കളർ മാറ്റാം. ഓക്കെ, നമുക്ക് തന്നെ ബ്ലാക്ക് കളർ വിൻഡോ ടിൻ്റ് അടിക്കാം. ഹോൺ ഏത് വയ്ക്കാം നോക്കട്ടെ. നമുക്ക് ഈ ഒരു ഹോൺ വയ്ക്കാം കേസ്. ഓക്കെ, ഇത് മറ്റേ എയർ ഹോണാണ്. ഓക്കെ, നമ്മുടെ ബസ്സിലൊക്കെ ഉള്ള പോലത്തെ. ഓക്കെ, അതങ്ങനെ ഞാൻ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി വീലൊക്കെ ഏതൊക്കെ വീലെന്തായാലും മാറ്റണം കേസ്. ഓക്കെ, നല്ല ഓഫ് റോഡിങ് ഒക്കെ ചെയ്യണ വീൽ തന്നെ വാങ്ങിച്ചു കളയാം. എൻ്റെ വെളിയിലോട്ടൊക്കെ തള്ളിയിരിക്കണത് നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. എടാ ഇതെന്തോടാ ഷെഡോ, ഈ വണ്ടി ഇത് നൈസായിട്ട് ചേരുന്നുണ്ട് കേട്ടാ. എന്നാലും ഇത്രയ്ക്ക് തള്ളിയിരിക്കണ വേണോ? നമുക്ക് ഈ ഒരു ടയർ എടുക്കണം. ഇത് അത്രയ്ക്ക് വെളിയിൽ തള്ളിയിരിക്കണ വൃത്തിയിടാണ്. ഓക്കെ, പക്ഷെ എന്നാലും കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, കണ്ട ഇതാണ് ആ ഒരു ടയർ എന്ന് വെച്ചാൽ ഇതല്ല, ഇതാണ്. ഓക്കെ, നമുക്ക് ഇത്രയൊക്കെ മതി കേസ്. ഓക്കെ, അതൊക്കെ. ഇനി റിമ്മിൻ്റെ കളർ കേസ്. ഓക്കെ, അത് ബ്ലാക്ക് ആക്കണോ? റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ആക്കണോ? വൈറ്റ് വേണം കേസ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ നേരത്തെ ബോഡി കളറാണ്. ഓക്കെ, ബ്രൗണ്. നമുക്കെന്തായാലും ബ്ലാക്കിന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, പക്ഷെ അതൊരു ഭംഗിയില്ല കാണാനായിട്ട്. ഓക്കെ, റെഡ് നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ബ്ലൂ കൊടുക്കാം കേസ്. ബ്ലൂ കുറച്ചുകൂടെ ചേരുന്നുണ്ട് ഈ വണ്ടിയുടെ റിമ്മിൻ്റെ കളർ. ഓക്കെ, ഇനി സസ്പെൻഷൻ. ഓക്കെ, സസ്പെൻഷൻ നമുക്ക് എന്തായാലും ഫുള്ളും കൂട്ടാന്നാണ് ഞാൻ വിചാരിക്കണത്, അല്ലെങ്കിൽ മൊത്തം കുറച്ചാലാ. എൻ്റെ ആളെ കുറയ്ക്കുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും കേട്ടാ. കുറയ്ക്കുമ്പോൾ വണ്ടി മൊത്തം ഇങ്ങനെ താന്നിരിക്കും കേട്ടോ മൊത്തം. ഓക്കെ, അത് വേണ്ട. ഓക്കെ, നമുക്കെന്തായാലും ഫ്രണ്ട് എന്തായാലും പൊക്കാം കേസ്. ഓക്കെ, ബാക്ക് നമുക്ക് എന്തായാലും പൊക്കാം. ഓക്കെ, ഇപ്പം എന്തായാലും നൈസായിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ സസ്പെൻഷൻ ശരിയായി. ഇനി വീടിൻ്റെ ടയർ. ഓക്കെ, ചെറുതാക്കി ഇങ്ങനെ ചെയ്ത്. ഓക്കെ, ഇത് ഭയങ്കര അലമ്പ് ടയറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫുള്ള് വലിയ ടയറങ്ങ് എടുത്തിടാം. ഓക്കെ, പക്ഷേ എൻ്റെ ആളെ ഇപ്പോൾ വലിയ മോൺസ്റ്റർ ട്രക്ക് പോലെ ആയിട്ടുണ്ട് കേട്ടാ. എന്തായാലും വീലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റിക്കർ സെറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഫ്രണ്ടിൽ നമുക്ക് എന്തായാലും ഈ ഒരു പരുന്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാം. ഓക്കെ, ഇനി ലെഫ്റ്റിൽ നമുക്ക് എന്തായാലും ഏതാണ് ലെഫ്റ്റിൽ നമുക്ക് ഈ ജോക്കറിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ റൈറ്റിൽ നമുക്ക് എന്തായാലും ഈ കാളേര സ്റ്റിക്കർ ഒട്ടിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കിൽ നമുക്ക് എന്തായാലും ഈ തീരെ സ്റ്റിക്കർ ഒട്ടിക്കാം. ഓക്കെ, ഇതെന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. സ്റ്റിക്കേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്സ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും റേസിംഗ് ബ്രേക്ക് വെക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്പോട്ട് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ റേസിംഗ് ഉണ്ട്. ഞാൻ എന്തായാലും റേസിംഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ നൈട്രോ വെക്കണം. ഓക്കെ, നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ടയർ സ്മോക്ക്. ഓക്കെ, അത് ഏത് കൊടുക്കണം? നമുക്ക് ഗ്രീൻ കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തായാലും ബ്ലൂ തന്നെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ സൂപ്പറായി. ആ വണ്ടിയുടെ അലോയ്ക്കോട്ട് മാച്ചാവും. അത് മതി. ബ്ലൂ മതി. ഓക്കെ, അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്ത് നമ്മളങ്ങനെ വണ്ടി നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ വെളിയിലിറങ്ങി. എൻജോയ്. വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഒരു കിടിലൻ ഗ്യാങ്സ്റ്റർ ലുക്കായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഈ വണ്ടി ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ വണ്ടിയായി മാറിയത്. ഓക്കെ, എൻ്റെ ആളെ ഈ വണ്ടി കൺട്രോൾ ചെയ്യിച്ചിട്ട് പാടാണ് കേട്ടോ. അത് മാത്രമല്ല സ്പീഡ് നല്ല രീതിക്ക് കുറയും. കാരണം വെച്ചാൽ സ്പീഡ് നല്ല രീതിക്ക് കുറയും കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും വലിയ ചക്ക ടയറൊക്കെ ഇട്ട് അവൻ്റെ വണ്ടിയുടെ സ്പീഡ് കുറയില്ല കേസ്. ഓക്കെ, സ്പീഡ് നല്ല രീതിക്ക് നല്ല കുറയും. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി എന്നാലും ഓടിച്ചൊക്കെ. എൻ്റെ മോനെ നൈട്രോ സീനായിരുന്നു കേട്ടോ. അൺലിമിറ്റഡ് ആണ്. ഓക്കെ, എൻ്റെ ആളെ ഇതെന്താണ് അൺലിമിറ്റഡ് നമ്മുടെ നൈട്രോ ഒക്കെ ആണെങ്കിൽ പോലും ഈ വണ്ടി അല്ലാതെ തന്നെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടാ. കണ്ട ഈ നൈട്രോ രണ്ട് വെയിറ്റ് ചെയ്താൽ പിന്നെ ഫില്ലാവും കണ്ട. അതുള്ള ഷെഞ്ചോളി ഇതെന്താ അടിപൊളി ബെസ്റ്റ് ഗൈസ്. ഇവിടെ ഇപ്പോൾ പണി പാളി കേട്ടാ. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്നാലും ഒരു സ്റ്റാർ വാണ്ട ലെവൽ കിട്ടി. ഓ, പോലീസിൻ്റെതും ബൊലേറോ തന്നെയാണ്. ഓക്കെ, പക്ഷെ എൻ്റെ ആളിയാണ് നമുക്കിവിടെ ഇപ്പോൾ 1 സ്റ്റാർ വാണ്ട ലെവൽ കിട്ടി ഗൈസ്. ഇപ്പോഴാണ് കുറച്ചുകൂടെ രസമായത്. ഓക്കെ, ഈ വണ്ടിക്ക് ഇത്രയും വലിയ ടയർ ഇടണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷെ എൻ്റെ പൊന്നെ ഇതെന്തോന്നടേ ഇത്രയും വലിയ ചക്ക ടയറൊക്കെ ഇടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? കുഴപ്പമില്ല, കിടക്കട്ടെ. ഓക്കെ, പക്ഷെ എൻ്റെ കളി എന്തായാലും നൈസ് ലുക്കായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. പേട സാധനം കാണാനായിട്ടൊക്കെ. എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു പൊസിഷനിൽ ഒരു ഫോട്ടോ എടുക്കാൻ കഴിയും. ഓക്കെ, ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്തിനാണ് ഞാൻ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് തമ്പനയിൽ ഉണ്ടാക്കാനാണ്. ഓക്കെ, പക്ഷെ എൻ്റെ ആളിയാ പോണിപ്പാളിടാ പോലീസുകാരൻ എന്നാണ്ട് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതൊന്നും ഒരിക്കലും നടക്കൂല. എൻ്റെ അപ്പോൾ ഇതെന്തോണ്ടേ വണ്ടിക്ക് പ്രാന്തായോ? നമുക്ക് എങ്ങനെയാണ് വീട്ടിലൊന്ന് കയറ്റിയാൽ മതി കേസ്. ഓക്കെ, നമുക്ക് പിന്നെ എന്നാലും ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് എന്നാലും കളിക്കാം കേസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ പോലീസ് വലുതായിട്ട് എന്നാലും ഇല്ല കേസ്. ഓക്കെ, നമുക്ക് പതുക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ കയറ്റാം. മതി. വണ്ടി തിരിക്കാനേ എനിക്ക് പേടിയാണ്. എൻ്റെ വണ്ടി മൊത്തം അങ്ങ് മറിഞ്ഞെന്തായാലും പോകും കേട്ടാ. പക്ഷെ എൻ്റെ പോയി വണ്ടി ഹാൻഡിൽ ചെയ്യാൻ തന്നെ എന്ത് പാട്.
ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ പോലീസുകാരന്മാരെ ചുമ്മാ എന്തായാലും ഒന്ന് വട്ടം കറങ്ങി. ഇവന്മാർ എൻ്റെ വീട്ടിൻ്റെ അവിടെ തന്നെയുള്ള കയറി വരണം. തുറക്ക്. അയാളെ മണ്ടമൊക്കെ എന്നെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടാ. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഈ ഒരു വണ്ടി നമ്മുടെ ഗാരേജിൽ നമുക്ക് എന്തായാലും സൂക്ഷിച്ച് എന്തായാലും കൊണ്ടിടാം. ഓക്കെ, തുറക്ക്. ഇവിടെ ഇതെന്തായാലും തുറക്കാത്ത. തുറന്നു. ഓക്കെ, സാധനം തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ബാക്കി 2 വണ്ടി കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും വീട്ടിലെവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കും. ഓക്കെ, ഞാൻ ഒരാളെ അറിയാതെ ഇടിച്ചിട്ട് ചെയ്തു. അതിനാണ് ഈ പോലീസുകാരന്മാരെല്ലാം കൂടെ എൻ്റെ മെക്കെട്ട് കയറാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി ഇവിടെ ഇപ്പോൾ എന്തായാലും പാർക്ക് ചെയ്യട്ടെ. എൻ്റെ ആളെ നൈസ് ലുക്കായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും അടുത്തെടുക്കുന്ന വണ്ടി മിക്കവാറും ഫോർച്യൂണർ ആയിരിക്കും. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ, അയ്യോ പോലീസുകാരന്മാരെ കൊണ്ട് ഇരിക്കാൻ വയ്യ കേസ്. എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവന്മാരെ എന്നെ വെടിയിച്ച് കൊല്ലും കേസ്. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ നിർത്തിയൊരു വീഡിയോ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിടലം വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു കിടലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.